അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, ഫറാസ്റ്റോയുടെ ഈ വർണ്ണമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയുകയാണ്. എൻ്റെ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? എൻ്റെ കഥയുടെ പേരാണ് നഷ്ടപ്പെട്ട സ്വർഗം. എന്നാൽ ഞാൻ തുടങ്ങട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കില്ലേ? സ്വർഗം മനുഷ്യന്റെ തറവാടാണ്. അവിടെയാണ് മനുഷ്യൻ പിറന്നു വീണത്. സർവശക്തനായ അല്ലാഹു തആല ആദമിനെ സൃഷ്ടിച്ചത് അവിടെ നിന്നാണ്. സ്വർഗം നിർവചനങ്ങൾക്കോ വർണ്ണനകൾക്കോ അതീതമാണ്. ആഗ്രഹിച്ചത് എന്തും അരികിലെത്തുന്നു. വിസർജനമോ മാലിന്യമോ ഒന്നും അവിടെയില്ല. സൂര്യചന്ദ്രന്മാരില്ല. എല്ലാം സ്വർണ്ണമയം. പാലിൻ്റെയും തേനിൻ്റെയും അരുവികൾ സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അരുവികളുടെ തീരത്തായി പഴങ്ങളും പൂക്കളുകളും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ സുഖങ്ങളുണ്ടായിട്ടും ആദം നബിക്ക് മാത്രം എന്തോ കുറവുള്ളതായി അല്ലാഹു തആലക്ക് തോന്നി. ഏകാന്തത, അത് തന്നെയായിരുന്നു ആദം നബിയുടെ ദുഃഖം. ഒരു ദിവസം ആദം നബി സുഖനിദ്രയിൽ ആയിരിക്കെ ആദം നബിയുടെ വാരിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്തുകൊണ്ട് അല്ലാഹു തആല ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. ആദം നബിയുടെ ഇണയായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വ ബീവി സൗന്ദര്യത്തിൻ്റെ രാജ്ഞിയായിരുന്നു. ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന ആദം നബിക്ക് തൻ്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. ഹവ്വ ബീവിയെ കണ്ടതും ആഹ്ലാദവും സന്തോഷവും കൊണ്ട് ഹവ്വ ബീവിയെ ആലിംഗനം ചെയ്തു. അവർക്ക് രണ്ടുപേർക്കും അല്ലാഹു തആല ഒരു ആജ്ഞ നൽകി. സ്വർഗത്തിലെ പ്രത്യേക മരത്തിൻ്റെ പഴങ്ങൾ മാത്രം ഭക്ഷിക്കരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച ഈ കൽപ്പന നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ അപരാധികളായി തീരും. അതോടെ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ബഹിഷ്കരിക്കപ്പെടും. ആദം നബിയും ഹവ്വ ബീവിയും അല്ലാഹു തആല പറഞ്ഞതനുസരിച്ച് ജീവിച്ചു വരികയായിരുന്നു. വഞ്ചനയുടെ പ്രതീതമായ ഇബ്ലീസ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അധംപതനത്തിന് കാരണമായ ആദം നബിയെ നശിപ്പിക്കാൻ തന്നെയായിരുന്നു അവൻ്റെ തീരുമാനം. അവൻ തക്കം പാർത്ത് നടക്കുമ്പോഴാണ് ഹവ്വ ബീവി ഒരു മരച്ചുവട്ടിൽ തനിച്ചിരുന്ന് പഴങ്ങൾ ഭക്ഷിക്കുന്നത് കണ്ടത്. ആദം നബി കുറച്ചകലെയുള്ള പുഴയിൽ നീരാടുകയായിരുന്നു. ഇബ്ലീസ് വേഷവിധാനം നടത്തി ഹവ്വ ബീവിയുടെ അരികിൽ പോയി ചോദിച്ചു, നിങ്ങൾക്കറിയാമോ അല്ലാഹു തആല എന്തുകൊണ്ടാണ് ആ മരത്തിലെ പഴങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞത്? അറിയില്ല, നിഷ്കളങ്കയായ ഹവ്വ ബീവി പറഞ്ഞു. എന്നാൽ കേട്ടോളൂ, ആ മരത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾ അനശ്വരായി തീരും. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് വിലക്കിയത്. നിങ്ങളും ആദ്യമൊന്ന് പങ്കുവെച്ച് കഴിച്ചു നോക്കൂ. ഇബ്ലീസ് കാര്യം അവതരിപ്പിച്ചു. ഇബ്ലീസിന്റെ സംഭാഷണ ചതിയിൽ വീണുപോയി ഹവ്വ ബീവി എന്ന് മനസ്സിലാക്കിയ ഇബ്ലീസ് അവിടെ നിന്ന് നല്ല സ്ഥലം വിട്ടു. ഹവ്വ ബീവി ആദം നബിയെ പോയി സമീപിച്ച് കൊണ്ട് പറഞ്ഞു, നമുക്ക് ആ മരത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചാലോ? നല്ല രുചിയുള്ളതാണത്. എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഗുണമേന്മകളെല്ലാം വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ആദം നബി പറഞ്ഞു, ഇല്ല, അല്ലാഹു പറഞ്ഞ കൽപ്പനകൾ ഞാൻ ലംഘിക്കാൻ ഒട്ടും തയ്യാറല്ല. ആ ഒരു പഴം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതല്ലേ, അതിനി ഭക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഹവ്വ ബീവിയുടെ പ്രലോഭനവും
കണ്ണുനീരും കണ്ട് അദ്ദേഹം മയങ്ങി വീണു. ഇതിനോടകം ഇബ്ലീസ് ആദം നബിയെയും വശീകരിച്ചിരിക്കുന്നു. ഒടുവിൽ അവർ രണ്ടുപേരും ആ പഴം ഭക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ആ പഴം ചവച്ചരച്ച് തിന്നു. പെട്ടെന്നതാ ഇടിമുഴിക്കുമ്പോഴൊരു ശബ്ദം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കാണുന്ന മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചു തിന്നരുതെന്ന്? ഞാൻ പറഞ്ഞ ആജ്ഞ ലംഘിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾ വലിയ അപരാധികളായി തീർന്നു. നിങ്ങൾക്ക് ഇനി സ്വർഗത്തിൽ പ്രവേശനമില്ല. പോകൂ ഇവിടെന്ന്. അല്ലാഹു തആലയുടെ കൽപ്പന കേട്ട് ആദം നബിയും ഹവ്വ ബീവിയും ഒന്നും മിണ്ടാതെ നിന്നു. കരുണാന്തരനുമായ അല്ലാഹു തആല ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഇബ്ലീസ് ചതിച്ചതാണ്. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അവർ രണ്ടുപേരും കേണപേക്ഷിച്ചു. അല്ലാഹു തആല പറഞ്ഞു, ഇല്ല, മാപ്പർഹിക്കാത്ത ഒരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നിശ്ചയിച്ച ഒരു സമയം വരെ നിങ്ങൾക്ക് ഭൂമിയിൽ വസിക്കാം. പോകൂ ഇവിടുന്ന്. രണ്ടുപേരും കുറ്റബോധത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അവർ ഭൂമിയിലെത്തിയപ്പോൾ അല്ലാഹു തആല അവർ കേണപേക്ഷിച്ചതിൻ്റെ ഫലമായി അവർക്ക് മാപ്പ് നൽകി. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? അല്ലാഹു തആലയുടെ കൽപ്പന ലംഘിച്ചാൽ സ്വർഗം വരെ നഷ്ടപ്പെടുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.